നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇവിടെയൊക്കെയും കൂടി നിൽക്കുന്ന ആളുകൾ കേരളത്തിന്റെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും വന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇവിടേക്ക് എത്തിച്ചേരുന്ന സമയമനുസരിച്ച് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത പോയിന്റുകളിൽ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരുണ്ട്. 2 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച വിലാപയാത്രയാണ്. സാധാരണഗതിയിൽ 4-5 മണിക്കൂർ മാത്രം മതി തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് അത് എത്തിച്ചേരാൻ. പക്ഷേ വിലാപയാത്രയാകുമ്പോൾ അതിൻ്റെ ഇരട്ടി സമയം എടുത്താൽ പോലും ഇതിനോടകം ആലപ്പുഴയിൽ തന്നെ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ അത് ക്രമീകരിച്ചാണ് പലയിടങ്ങളിലും പല ആളുകൾ വന്ന് നിൽക്കുന്നത്. അതാണ് നമ്മൾ മുൻപ് കണ്ട പല ആളുകളും 3 മണി മുതലും 4 മണി മുതലും ഒക്കെയും വന്ന് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ ആ കണക്കുകൂട്ടലുകളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ തെറ്റിച്ച ഈ മനുഷ്യരുടെയൊക്കെ വികാരത്തിന്റെ പേര് കൂടിയാണ് VS. അങ്ങനെ അവർ അവിടെ കാത്തിരിക്കുകയാണ്. ഇനിയും എത്ര മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നാലും അവർക്ക് ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. കാരണം അത്രമേൽ ആഴത്തിൽ അവരുടെയൊക്കെയും ഹൃദയത്തിൽ വേരൂന്നിയ ആ മനുഷ്യൻ, ആ വികാരം, അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം VS എന്ന സമരം വലിയ തരത്തിൽ വേരൂന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവർ അവിടെ കാത്തിരിക്കുന്നു. കല്ലമ്പലം പിന്നിട്ട് ആ വിലാപയാത്ര മുന്നോട്ട് പോകുമ്പോൾ റോഡിനിരുവശവും തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം അത് നാവായിക്കുളത്തേക്ക് എത്തേണ്ടതുണ്ട്. പിന്നീട് 28-ാം മൈൽ, കടമ്പാട്ടുകോണം എന്നീ 3 കേന്ദ്രങ്ങൾ കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വിലാപയാത്ര കൊല്ലത്തേക്ക് കടക്കും. VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ, പ്രത്യേകിച്ചും പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിലെ തട്ടകം തന്നെയായിരുന്നു തിരുവനന്തപുരം. എത്രയോ കാലം അദ്ദേഹം സഞ്ചരിച്ച മേഖലകൾ കൂടിയാണ്, സഞ്ചരിച്ച വഴികൾ കൂടിയാണ് ഇതൊക്കെയും. അതുകൊണ്ടാണ് 100 പുഷ്പങ്ങൾ ഈ പാതയോരങ്ങളിലൊക്കെയും VSന് ഹൃദയത്തിൽ നിന്നും തിരിച്ചു നൽകാനായി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുക കൂടി ചെയ്യുന്നത്. ജോസിൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ നദികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേർന്ന് കടലാകുമെന്ന് പറയുന്നത് ഇതാ അക്ഷരാർത്ഥത്തിൽ ശരിയാകുകയാണ്. നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും വന്നു നിൽക്കുന്ന മനുഷ്യരാണ്. പക്ഷെ ഓരോ കേന്ദ്രങ്ങളിലും അലകടൽ എന്ന മട്ടിൽ ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ജോസിൽ, എല്ലാവർക്കും ഒരു നോക്കായിരിക്കും ഒന്ന് കാണാൻ സാധിക്കുക. പക്ഷെ അത് മതി, ആ ഓർമ്മ മാത്രം മതി അവർക്ക് ഇനിയുള്ള കാലത്തേക്ക്, ഇനിയുള്ള പോരാട്ടങ്ങൾക്ക്. തീർച്ചയായും അസിത, ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ മനുഷ്യരെല്ലാം ഈ പാതിരാത്രി പിന്നിടുമ്പോഴും കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. VSന് ഒരു നോക്ക് കാണുക മാത്രമല്ല, VSന്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള KSRTC കടന്നു പോകുമ്പോൾ അതിന് പുറകെ ഓടിയെത്തുന്ന സാധാരണക്കാരായ മനുഷ്യർ. കണ്ണേ കരുളേ VS, അങ്ങ് മരിക്കുന്നില്ല എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആ മനുഷ്യരെല്ലാം ആ KSRTCയുടെ പുറകെ ഓടുന്നത്. കാരണം ഈ KSRTCയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും VSന് ഒരു ചരിത്രമുണ്ട്. കാരണം VSന്റെ കാലഘട്ടത്തിലാണ് KSRTC ലാഭത്തിലായതെന്ന് നമുക്കറിയാം. VSന്റെ കാലഘട്ടത്തിൽ അത്തരത്തിൽ ആ KSRTCയാണ് VSന് പോകുന്നതിനു വേണ്ടി, അവസാന യാത്ര നടത്തുന്നതിനു വേണ്ടി ഇപ്പോൾ ഒരു വാഹനം തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ VSന്റെ പോരാട്ട ചരിത്രം, ഒരു കാലഘട്ടത്തിൽ വികസന വിരോധിയെന്നും വെട്ടുനിരത്തലുകാരനുമെന്നുമെല്ലാം ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോഴെല്ലാം കൃത്യമായി വികസനത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC ലാഭത്തിലായത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇൻഫോ പാർക്കുകൾ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടിയ, ഈ പ്രദേശങ്ങളിലടക്കം അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 30-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചത്. അതൊക്കെ ലാഭത്തിലായത്. അതുപോലെ തന്നെ എത്രയെത്ര സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത്. അതിനെയെല്ലാം പിന്നീട് വന്ന UDF സർക്കാർ തകർത്തതും നമുക്കറിയാം. അങ്ങനെ കൃത്യമായ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, എല്ലാവരും വികസന വിരോധി എന്നും വെട്ടുനിരത്തൽക്കാരനും എന്ന് പറയുമ്പോൾ ഇന്ന് VSനെ നേരത്തെ കുരിപ്പുഴ ശ്രീകുമാർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു മാധ്യമം പറയുന്നത് ഇതിൽ അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ പോയിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ അച്ചുനിരത്തുമ്പോൾ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെയും എല്ലാം ഈ മരണത്തിലൂടെ, VSന്റെ മരണത്തിലൂടെ അവർക്കെതിരെ അതിൻ്റെ കുന്തമന തിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായ രാഷ്ട്രീയം. തീർച്ചയായിട്ടും VS അച്യുതാനന്ദൻ ഈ അദ്ദേഹത്തിന്റെ കോശങ്ങളിൽ ജീവന്റെ തുടിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടുമായി അദ്ദേഹം ചാടി എഴുന്നേറ്റ് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. കാരണം ലെനിൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു കഥയുണ്ട്. ആ കഥ അല്ലയോ ലെനിൻ, തങ്ങളുടെ വാതിലിന് പുറത്ത് ചൂഷകന്മാർ വന്നിരിക്കുന്നു
എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ചത് എന്നൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ VS ഈ ശവകുടീരത്തിൽ നിന്ന്, ഈ ശവമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ശേഷിയുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഒരു കോശത്തിലെങ്കിലും ജീവനുണ്ടായിരുന്നെങ്കിൽ, ഇത്തരത്തിൽ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ താൻ കൂടിയുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ തകർക്കാനാവില്ല എന്ന് ജ്വലിക്കുന്ന വാരിക്കുന്തം പോലെ അദ്ദേഹത്തിന്റെ വിരലുകൾ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ മനസ്സുകളിലേക്ക് വീണ്ടും എഴുന്നേറ്റ് വരുമായിരുന്നു. അതാണ് VS. ഒരു കാലഘട്ടത്തിലും അദ്ദേഹം കൂടി ഉണ്ടാക്കിയ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ്. എത്രയോ ചെറുപ്പക്കാരാണ് VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കണ്ണേ കരളെ VS എന്ന് വിളിച്ചുകൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലേക്കും ഒഴുകിയെത്തുന്നത്. 15ഉം 20ഉം വയസ്സുള്ള ആളുകൾ, VSന്റെ പോരാട്ട ചരിത്രം പക്ഷേ കൃത്യമായി അറിയത്തില്ലാത്ത ആളുകൾ പോലും, VSനെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ പോലും ഒഴുകിയെത്തി അവർ വിളിക്കുന്നത് VS എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിയ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോടുള്ള ഈ ചെറുപ്പക്കാരുടെ ആകെ ഐക്യദാർഢ്യമായി മാറുകയാണ്. അത് തന്നെയാണ് ഈ രാത്രി വൈകിയും ആ മനുഷ്യരൊക്കെയും അവിടെ കാത്തു നിൽക്കാൻ കാരണം.